പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വലിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഈ വൈകിയ സമയത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയൊരു അവസരം ദൈവവചനം പറയുവാൻ എനിക്ക് ഒരുക്കി തന്ന റോസ്ലിൻ ഫാമിലി എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ എനിക്ക് ദൈവത്തിൻ്റെ വചനം പറയുവാൻ അവസരം തന്ന റോസ്ലിൻ ആൻറ്റിക്കും തൻ്റെ ഭവനത്തിനും, അതുപോലെ ഈ ഗ്രൂപ്പിൽ മെമ്പറായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, എന്നെ അടുത്തും അകലെയുമായി ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ ആരംഭത്തിൽ അറിയിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഒരു വചനഭാഗം ദൈവസന്നിധിയിൽ നമുക്ക് വായിക്കാം. അതിനാധാരമായിട്ട് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. ഞാൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല കർത്താവെ, വൈകിയ സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം. ഈ വൈകിയ സമയം അവിടുത്തെ വചനവുമായി തിരുസന്നിധിയിലായിരിക്കാൻ അടിയൻ്റെ ജീവിതത്തിൽ നൽകിയ അവസരത്തിനായി, ഭാഗ്യത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കേൾവിക്കാരായിരിക്കുന്ന എല്ലാ ദൈവജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കർത്താവെ ആമേൻ പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിയനെയും ബലപ്പെടുത്തുമാറാകണമേ. അടിയൻ്റെ വായോട് നാവോട് കൂടെ ഇരിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിയനിൽ കൂടി സംസാരിക്കുമാറാകണമേ. കേൾക്കുന്ന ദൈവജനത്തിന് അനുഗ്രഹമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതികാൽ കർത്താവെ സ്തോത്രം. റോസ്ലിനാൻ്റെ ഭവനമായി ഇതിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അല്പസമയം അവിടുത്തെ പാദപീഠയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്. അതിന് അവൻ പറയുകയാണ്, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഇവിടെ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു മോശയോട് പറയുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അവനവനോട് പറയുകയാണ്, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, പ്രൈസ് ദി ലോർഡ്. മോശയുടെ അവസ്ഥയെപ്പറ്റി നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഇതിൻ്റെ നാം മുകളിൽ നിന്ന് നാം വായിക്കുമ്പോഴേ, അതിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോഴേ ആമേൻ സ്തോത്രം, മോശ യഹോവയോട് പറയുന്ന ചില കാര്യങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് കർത്താവ് മോശയോട് കൽപ്പിച്ചപ്പോൾ മോശയും കർത്താവുമായിട്ടുള്ള സംഭാഷണമാണ്, യഹോവയായ ദൈവവും മോശയുമായിട്ടുള്ള സംഭാഷണമാണ് നമുക്കിവിടെ കാണുവാനായിട്ട്, ആരംഭ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മോശയ്ക്ക് തൻ്റെ ബലഹീനതകളിൽ അവൻ നല്ല ബോധവാനായിരുന്നു. അവന് സംസാരിക്കാൻ അറിയത്തില്ലായിരുന്നു. വിക്കനും തടിച്ച നാവുള്ളവനുമായിരുന്നു മോശ. ആമേൻ സ്തോത്രം. അങ്ങനെയുള്ള ഒരു മോശ, ആ മോശയ്ക്ക് തൻ്റെ ബലഹീനതകളെല്ലാം നന്നായിട്ട് അറിയാമായിരുന്നു. ആമേൻ സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നത് 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ മിസ്രൈമിൽ നിന്ന് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഒരു വലിയ നിയോഗമാണ് ഈ വിക്കനും തടിച്ച നാവുള്ളവനുമായ മോശയ്ക്ക് ദൈവമായ കർത്താവ് നൽകുവാൻ ഇടയായിത്തീരുന്നത്. നാം ഇവിടെ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അടുത്തറിഞ്ഞ്, അതുപോലെ തന്നെ കർത്താവിൻ്റെ കൃപ ആ മോശയ്ക്ക് നൽകിയ ശേഷം കർത്താവ് മോശയോട് പറയുകയാണ്, നീ പോകുക, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടുവരുവാനായി നീ പോകുക എന്ന് പറഞ്ഞ് കർത്താവ് മോശയെ അയക്കുന്നുണ്ട്. മോശ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവ് എന്നോടുകൂടെ അയക്കുന്നത് ആരെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ എങ്ങനെ പോകും, ഈ ജനത്തിൻ്റെ അടുക്കൽ ഞാൻ എങ്ങനെ പോകുമെന്നെല്ലാം പറയുമ്പോഴേ കർത്താവ് മോശയോട് പറയുകയാണ്, നീ പോവുക, നീ ധൈര്യമായിട്ട് പോവുക, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ആമേൻ സ്തോത്രം. ഈ ലോകത്തിലുള്ള ഏതൊരു മനുഷ്യരെ നാം കൂട്ടുപിടിച്ചാലും ആമേൻ സ്തോത്രം, അവരുടെയൊക്കെ സാന്നിധ്യമെന്ന് പറയുന്നത് അതിനെല്ലാം ചില പരിമിതികളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ നാം പോകുന്ന ഇടങ്ങളിൽ, നാം ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം നാം കൃതാർത്ഥരായി തീരുവാനിടയായി തീരും. ദൈവസാന്നിധ്യം കൂടെ ഉണ്ടായിരുന്ന ചില വ്യക്തികളെ നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഉദാഹരണമായിട്ട്
ദാവീദിനെ നാം നോക്കുമ്പോൾ സിംഹത്തെയും കരടിയെയും കീറിക്കളയുവാനായിട്ടുള്ള ഒരു ദൈവ സാന്നിധ്യം ദാവീദിൻ്റെ മേലെ കർത്താവ് പകർന്നിരുന്നു. അതുപോലെ തന്നെ ഗിദെയോനോട് കർത്താവ് പറയുന്നുണ്ട്, നീ ബലത്തോടെ പോകുക. ശിംശോൻ്റെ കാര്യം നാം നോക്കുമ്പോൾ ദൈവശക്തി ഉണ്ടായിരുന്ന, ആ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്ന ആ ശിംശോനെ ഫെലിസ്ത്യർക്ക് പേടിയായിരുന്നു. ഒരു ശക്തിക്കും ശിംശോനെ തൊടുവാനായിട്ട്, അവനെ കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. കാരണം അവൻ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിലായിരുന്നു ശിംശോൻ നടന്നിരുന്നത്. അവൻ ദൈവ സാന്നിധ്യത്താൽ അവൻ നയിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അവനൊന്നും അസാധ്യമായിരുന്നില്ല. പക്ഷേ ദൈവ സാന്നിധ്യം പോയ ഒരു ശിംശോനെ നാം കാണുമ്പോൾ ഫെലിസ്ത്യരുടെ മുമ്പിൽ കോമാളിയായി തീരുന്ന ഒരു ശിംശോനെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. ദൈവ സാന്നിധ്യമില്ലാത്ത ശിംശോൻ ശത്രു സ്തോത്രം പരാജയപ്പെടുത്തുവാൻ എളുപ്പമായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ പ്രിയ ദൈവജനമേ, നമുക്കൊന്നും ഒരു കാര്യവും നമുക്ക് അസാധ്യമായിട്ടുണ്ടാകുകയില്ല. അതുപോലെ തന്നെ നാം അപ്പോസ്തലന്മാരെ നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു? കർത്താവിൻ്റെ ശിഷ്യന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? അവർ സാമാന്യ ജനമായിരുന്നു. അവർ പഠിപ്പില്ലാത്തവരായിരുന്നു. അവർ ഭയമുള്ളവരായിരുന്നു. കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് നാം നോക്കുമ്പോൾ, നാം ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവർ പേടിച്ച്, കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് അവർ പേടിച്ച് ഭയന്ന് ഓടി ഒളിച്ച് അവരിയ്ക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ സ്തോത്രം, ആ മാളിക മുറിയിൽ ഉണ്ടായ അനുഭവങ്ങൾ നമുക്കറിയാം. ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി തീരുവാനിടയായി തീർന്നു. ആ പേടിച്ചിരുന്ന ധൈര്യമില്ലാതിരുന്നായ ആ അപ്പോസ്തലന്മാർ അവർ രോഗികളെ സൗഖ്യമാക്കുന്നതായി നമുക്ക് കാണുവാനിടയാകുന്നു. അതുപോലെ തന്നെ ഭൂതങ്ങളെ അവർ പുറത്താക്കുന്നു, മരിച്ചവരെ അവർ എഴുന്നേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒറ്റ പ്രസംഗത്തിൽ തന്നെ 3000 പേർ രക്ഷിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അസാധ്യമാകയില്ല, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നാം വായിക്കുമ്പോൾ സ്തോത്രം, നമുക്ക് അവിടെയെല്ലാം വ്യക്തമായി ഇത് കാണുവാൻ സാധിക്കുന്നു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ എൻ്റെ സാന്നിധ്യം, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. നിങ്ങൾക്ക് സ്തോത്രം ഒന്നിനെയും ഭയപ്പെടേണ്ടതായിട്ടില്ല. ഒന്നിനെയും നിങ്ങൾക്ക് ഒരു കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കേണ്ടതായിട്ടില്ല. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിലാണ് നാം ആയിരിക്കുന്നെങ്കിൽ, ദൈവ സാന്നിധ്യമാണ് സ്തോത്രം നമ്മളെ നയിക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്കൊന്നും പേടിക്കേണ്ടതായിട്ടില്ല. നമുക്ക് വിജയിക്കുവാനും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായി ജീവിക്കുവാനും ദൈവ സാന്നിധ്യം നമുക്ക് വളരെയധികം ആവശ്യമാണ്. അങ്ങനെ ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെട്ട നടത്തപ്പെട്ട തൻ്റെ ജനത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് സങ്കീർത്തനം 46 അധ്യായം അതിൻ്റെ 11 വാക്യം നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 46 അധ്യായം അതിൻ്റെ 11 വാക്യം നാം വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമുക്ക് ദുർഗമാകുന്നു. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന സ്തോത്രം, ദൈവത്തിൻ്റെ കൃപയിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിലുള്ള പ്രൊട്ടക്ഷനെ പറ്റി സ്തോത്രം നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ നാം വായിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഈ പശ്ചാത്തലം നമുക്കറിയാം. ഈ പശ്ചാത്തലം വരുന്നത് ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ നാം ഉൽപ്പത്തി പുസ്തകം 28-ന്റെ 15 മുതൽ വായിക്കുമ്പോൾ ഇവിടെ യാക്കോബിനോട് ദൈവം അരുളി ചെയ്യുന്ന ഒരു വാക്യത്വമാണ് സ്തോത്രം ഈ ഭാഗത്ത് നാം കാണുവാനിടയായത്. ഇതിൻ്റെ പശ്ചാത്തലം അതാണ്. ഈ വാക്യം തന്നെ, 11 വാക്യം തന്നെ ആ 46 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യത്തിലും പറയുന്നുണ്ട്, സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഇത് യാക്കോബിനോട് അരുളി ചെയ്ത ഒരു വാക്യത്വമാണ്. ആ വാക്യത്വം, പ്രിയ ദൈവമക്കളെ, അത് നമ്മളോടുള്ള വാക്യത്വമാണ്. സ്തോത്രം, ദൈവത്തിൻ്റെ പരിപാലനം, ദൈവത്തിൻ്റെ ആ കരുതൽ നമുക്ക് കാണുവാനിടയായി തീരും. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 13 അധ്യായം അതിൻ്റെ 21 വാക്യം നാം വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 13 അധ്യായം അതിൻ്റെ 21 വാക്യം വായിക്കുമ്പോൾ, ഒരു ദൈവ പൈതലിന് കർത്താവ് കൊടുക്കുന്ന പ്രൊട്ടക്ഷന് സ്തോത്രം, നമുക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്, നമുക്ക് പിമ്പിൽ ദൈവത്തിൻ്റെ പരിപാലനങ്ങളുണ്ട്, നമ്മുടെ ഇടത്തും വലത്തും ദൈവത്തിൻ്റെ പരിപാലനങ്ങളുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 13 അധ്യായം അതിൻ്റെ 21 വാക്യം നാം വായിക്കുമ്പോൾ, അവർ രാവും പകലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ
മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കിതിൻ്റെ പശ്ചാത്തലം അറിയാം. നമുക്ക് ഈ വേദഭാഗത്തിൻ്റെ സാഹചര്യങ്ങളെ നമുക്കറിയാം. ഇസ്രായേൽ ജനത്തിന് ആമേൻ സ്തോത്രം മുമ്പിൽ ദൈവം പരിപാലനം കൊടുക്കുന്നു. അവർ കടന്നു പോകുന്ന ഏടുകളിൽ ആമേൻ സ്തോത്രം ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് മുമ്പിൽ ദൈവത്തിൻ്റെ പരിപാലനം, നമുക്ക് മുൻപിൽ ദൈവത്തിൻ്റെ പരിപാലനമുണ്ട്. അതുപോലെ തന്നെ 14-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം നാം വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം നാം വായിക്കുമ്പോൾ, അനന്തരം ഇസ്രായേലിയുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശത്രു നമ്മോട് അടുക്കാതിരിപ്പാൻ പിൻപിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇവിടെ എന്താണ്? ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ ദൈവദൂതൻ അവരുടെ പിൻപിൽ ഇപ്പോൾ നടക്കുകയാണ്. ആമേൻ. ശത്രു അവരെ ഏത് സമയം പുറകിൽ നിന്ന് അവരെ ആക്രമിക്കാം. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ദൈവജനത്തിന് പ്രതികൂലങ്ങൾ കടന്നു വരാം. എന്നാൽ ആ പ്രതികൂലങ്ങൾ ദൈവജനത്തെ തൊടാതെ വേണ്ട. ആമേൻ. അവർക്ക് പിൻപിൽ ആമേൻ ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 91-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യം നാം വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു: ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ ആമേൻ വിലയേറിയ വാക്യത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം അവിടെ നമുക്കൊരു പരിപാലനം കാണുവാൻ സാധിക്കുന്നു. ആവർത്തനം 33-ന്റെ 27 പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാം കണ്ടു നമ്മുടെ മുൻപിൽ ദൈവത്തിൻ്റെ പരിപാലനം, നമ്മുടെ പിൻപിൽ ദൈവത്തിൻ്റെ പരിപാലനം, കീഴെ ദൈവത്തിൻ്റെ പരിപാലനം. ഹല്ലേലൂയ. നീ മുങ്ങിപ്പോകുവാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല, താണു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം നമ്മെ കരയേറ്റിയിരിക്കുകയാണ്. കർത്താവിൻ്റെ ഉള്ളം കരത്തിലാണ് നമ്മെ വഹിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ വീണു പോകാതെ, നീ നിലംപരിചയായി പോകാതെ, പ്രിയമുള്ളവരെ, ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ കടന്നു വരും. ആമേൻ സ്തോത്രം. നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. നീതിമാന്മാരുടെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. ആമേൻ. നീതിമാന്മാർക്ക് അനർത്ഥങ്ങൾ വരികയില്ല എന്നല്ല, അവർക്ക് അനർത്ഥങ്ങൾ അസംഖ്യമാണ്. എന്നാൽ യഹോവ അവയിൽ നിന്നെല്ലാം അവരെ പരിപാലിക്കുന്നതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. കീഴേ ആമേൻ ഒരു ശാശ്വത ഭുജ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ സംഖ്യാപുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം വായിക്കുമ്പോൾ, സങ്കീർത്തനം 10-ന്റെ സംഖ്യാപുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 34-ാം വായിക്കുമ്പോൾ, പാളയം പുറപ്പെട്ടപ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മീതെ കർത്താവിൻ്റെ ആമേൻ ആ പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. കർത്താവ് നമുക്ക് മീതെ പരിചയമാകുന്നു. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമാകുന്നു. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്ര. കർത്താവിൻ്റെ ആ പരിചയ, ആമേൻ സ്തോത്ര, മീതെയുള്ള പരിപാലനം എന്ന് പറയുമ്പോൾ മിസ്രൈമിലെ 10 ബാധകളെ കർത്താവ് അയക്കുവാനിടയായിത്തീരുന്നു. നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾ പാർത്ത ദേശങ്ങളിലും ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളിലും ഒരു ബാധയും ഉണ്ടാകുവാൻ കർത്താവ് അനുവദിച്ചില്ല. ആമേൻ സ്തോത്രം. 10 ബാധകളെ, പേന, തവള, നായിച്ച, ഇതെല്ലാം കൽമഴ, ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കൽമഴയൊക്കെ ആമേൻ സ്തോത്രം മുകളിൽ നിന്നാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ദൈവ മക്കളുടെ മേൽ വീഴാതെ, ആ ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ വീഴാതെ മീതെ അവരുടെയുള്ള പരിപാലനം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കരുതൽ എത്ര ഭയങ്കരമാണ്, ദൈവത്തിൻ്റെ പരിപാലനം എത്ര ഭയങ്കരമാണ്. അതുപോലെ തന്നെ സങ്കീർത്തനം 125-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അടുത്ത ഒരു പരിപാലനം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സങ്കീർത്തനം 125-ന്റെ 2-ാം വാക്യം, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നമുക്ക് ചുറ്റും ദൈവത്തിൻ്റെ പരിപാലനങ്ങൾ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് ചുറ്റും ദൈവ സാന്നിധ്യമുണ്ട്. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം നമുക്ക് ചുറ്റും ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ പരിപാലനങ്ങൾ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് എന്താണ് പിന്നെ ഭയപ്പെടുവാനായിട്ടുള്ളത്? അവൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, പുറകിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, കീഴേ ദൈവത്തിൻ്റെ പരിപാലനം, അതുപോലെ തന്നെ മീതെ ദൈവത്തിൻ്റെ പരിപാലനം, ദൈവവൈതലിൻ്റെ ചുറ്റിലും ദൈവത്തിൻ്റെ പരിപാലനം.
ഹല്ലേലൂയ. ഇത്രത്തോളം പരിപാലിക്കുന്ന ഈ ഒരു യഹോവയെ കർത്താവായ ദൈവത്തെ പോലെ യേശു ക്രിസ്തുവിനെ പോലെയുള്ള ഒരു ദൈവം ആമേൻ സ്തോത്രം മറ്റാരുണ്ട്? ആമേൻ സ്തോത്രം. ഇത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്ന, ഇത്രത്തോളം നമ്മളെ കരുതുന്ന, ഇത്രത്തോളം നമ്മളെ പരിപാലിക്കുന്ന ആമേൻ ദൈവം യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരു ദൈവമില്ല. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന് മാത്രമേ ആമേൻ ഇത്തരത്തിലുള്ള ഒരു പരിപാലനം ഒരു വ്യക്തിക്ക് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ലോകപ്രകാരം നാം നോക്കുമ്പോൾ ആമേൻ സ്തോത്രം നാം വെറും ഫോഷന്മാരായിരിക്കാം. ലോകത്തിൻ്റെ കണ്ണിന് മുമ്പിൽ നാം വെറും ഫോഷന്മാരായിരിക്കാം, നാം നിസാരന്മാരായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ആമേൻ സ്തോത്രം തൻ്റെ ഭക്തന്മാർ അവർ വിലയേറിയവരാണ്. ആമേൻ സ്തോത്രം. കർത്താവിന് ഞാനും നീയും വിലയേറിയവരാണ്. പ്രൈസ് ദി ലോർഡ്. ആ ചിന്ത നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു കുളത്തിൽ ഒരു മനുഷ്യൻ ഇറങ്ങി നിന്നാൽ ആമേൻ സ്തോത്രം ആ കുളത്തിൽ എന്താണുള്ളത്? വെള്ളമാണുള്ളതല്ലേ? ആ കുളത്തിൻ്റെ നടുവിൽ നാം ആയിരിക്കുകയാണെങ്കിൽ ആ വെള്ളം നമ്മുടെ ചുറ്റും ഒരു വെള്ളമാണ്. ആ വെള്ളത്തിൽ കൂടി ഇപ്പോൾ ആ വെള്ളത്തിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എന്നെ തൊടണമെങ്കിൽ ആരെങ്കിലും ആ വെള്ളത്തിൽ കൂടി കടന്നു വന്നെങ്കിൽ മാത്രമേ എന്നെ തൊടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെയാണ് പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. നമ്മുടെ ചുറ്റും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ആമേൻ സ്തോത്രം ചുറ്റിയിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് ആമേൻ സ്തോത്രം നമ്മളെ ആമേൻ പൊതിഞ്ഞിരിക്കുന്നത്. അങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന എന്നെയും നിന്നെയും ശത്രുവിനെ തൊടണമെങ്കിൽ ആ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി കടന്നു വരണം. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെ ശത്രുവിന് ഭയമാണ്. ആമേൻ സ്തോത്രം. ആ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെ മറികടന്ന് ശത്രുവിന് നിന്റെ അടുത്ത് വരുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ സേവിക്കാൻ, ഈ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ അവസരം എത്രയോ ഭാഗ്യകരമായ അവസരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം സ്തോത്രം. പിന്നീട് നാം ഒരു പരിപാലനം കാണുവാൻ സാധിക്കുന്നു നമ്മിൽ. ആമേൻ സ്തോത്രം. ഗലാത്യർ 2:20 നാം വായിക്കുമ്പോൾ, ഗലാത്യർ 2:20 ഞാൻ വായിക്കാം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു ആയിരിക്കണം നമ്മളിൽ ജീവിക്കേണ്ടത്. ക്രിസ്തു നമ്മളിൽ ജീവിക്കുമ്പോൾ ആമേൻ സ്തോത്രം സ്തോത്രം. ആമേൻ സ്തോത്രം. ഒരു ശത്രുവിന് നമ്മളെ തൊടുവാൻ കഴിയുകയില്ല. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ പരിപാലനം ആമേൻ എവിടെയെല്ലാമാണ്? നമ്മുടെ ചുറ്റുമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മീതെയുണ്ട്, നമ്മുടെ കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്, നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ പിൻപിലുണ്ട്, അതുപോലെ തന്നെ നമ്മിലുണ്ട് ദൈവത്തിൻ്റെ പരിപാലനങ്ങൾ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഇത്രയേറെ ഭാഗ്യകരമായ ഒരു അവസ്ഥ വേറെ ആർക്കാണ് ദൈവപൈതലുള്ളത്? യേശു ഉള്ളവന് ഒരു പരാജയം ഉണ്ടാകുകയില്ല. ആമേൻ സ്തോത്രം. ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടായിരിക്കുകയില്ല. ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത്. ആമേൻ. നാം മാതൃകയാക്കുവാൻ ആമേൻ സ്തോത്രം ഏറ്റവും നല്ലത് ഈ ലോകത്തിൽ യേശു ക്രിസ്തു മാത്രമാണ്. ആമേൻ. യേശു ജീവിതത്തിലുള്ളവൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെ യേശു നോക്കിക്കൊള്ളും. യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നാം 91 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്ന എന്താണ്? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവന്. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. അത്യുന്നതൻ്റെ മറവിലാണ് നാം വസിക്കുന്നതെങ്കിൽ, സർവശക്തൻ്റെ നിഴലിൻ കീഴിലാണ് ആമേൻ നാം പാർക്കുന്നതെങ്കിൽ, ആമേൻ സ്തോത്രം. ആമേൻ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് അനുഭവിപ്പാനിടയെ തീരും. താഴോട്ട് നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആമേൻ. നമ്മുടെ ഇടത്തും വലത്തും ഒക്കെ ആയിരങ്ങളും 10,000ങ്ങളും ഒക്കെ വീഴും. ആമേൻ. എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. അതിനൊരു ഉദാഹരണമല്ലേ പ്രിയമുള്ളവരെ, കൊറോണ വന്നു. എത്രയോ ജനം ആമേൻ സ്തോത്രം മരണത്തിന് കീഴടങ്ങി. എന്നാൽ കൊറോണ ആമേൻ നമ്മളെ പിടിക്കാതെ ഇരുന്നിട്ടാണോ? ആമേൻ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വരാതെ ഇരുന്നിട്ടാണോ? കർത്താവിൻ്റെ പരിപാലന. ആമേൻ. ദൈവം നമ്മളെ അവിടെ സൂക്ഷിച്ചില്ലേ? ആമേൻ സ്തോത്രം. എന്നെയും നിന്നെയും ആമേൻ ജീവനോടെ കർത്താവ് ശേഷിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ ആമേൻ നാം മനസ്സിലാക്കേണ്ടതിന് എന്നെയും നിന്നെയും പറ്റി കർത്താവിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ആമേൻ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മളെ പിന്നെയും കർത്താവ് ഭൂമിയിൽ ആയുസ്സോടെ ശേഷിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയണം. ആമേൻ സ്തോത്രം. അങ്ങനെ ആ കർത്താവിൻ്റെ ആമേൻ സ്തോത്രം സാന്നിധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ, ആ ദൈവഹിതം നാം തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ഇത്രയേറെ ശ്രേഷ്ഠകരമായ ഒരു ജീവിതം ആമേൻ ലോകത്തിൽ വേറെയില്ല. പ്രൈസ് ദി ലോർഡ്. നാം ദൈവസാന്നിധ്യത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആദിമസഭ എങ്ങനെയായിരുന്നു? ആദിമസഭ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞവരായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ആമേൻ ദൈവ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ടവരായിരുന്നു. അങ്ങനെ ആ ആദിമ നൂറ്റാണ്ടിലുണ്ടായ അനുഭവങ്ങൾ
അനുഭവങ്ങൾ നമുക്കറിയാം. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസർ അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ നടന്നിരുന്നു, രോഗികൾ സൗഖ്യമായിരുന്നു, മുടന്തന്മാർ എഴുന്നേറ്റിരുന്നു. ആമേൻ സ്തോത്രം. കുരുടർക്ക് കാഴ്ച ലഭിച്ചിരുന്നു, അതുപോലെ തന്നെ ചെകിടർ കേട്ടിരുന്നു, ഭൂതങ്ങൾ അലറി മാറിയിരുന്നു. ആമേൻ സ്തോത്രം. മരിച്ചവർ എഴുന്നേറ്റിരുന്നു. എന്താണ് ആദിമകാലത്തുണ്ടായ ആ അനുഭവം ആമേൻ ഇന്നും ആമേൻ സ്തോത്രം ചെയ്യുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നാം ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ, ആ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിൽ നാം ആയിരിക്കുവാൻ നാം ഒന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനായി നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ആദിമ നൂറ്റാണ്ടിലുണ്ടായ ആ അനുഭവങ്ങൾ, ആമേൻ സ്തോത്ര, ഉണർവുകൾ ഇന്നും നമ്മളിൽ ഓരോരുത്തരിലും നമ്മുടെ സഭകളിലും ആമേൻ അത് നടക്കുവാനിടയായി തീരും. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. എഫേസ്യർ 5:18 മുതൽ 21 വാക്യം വരെ നാം വായിക്കുമ്പോൾ, എഫേസ്യർ 5:18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ നാം വായിക്കുന്നു. അതിനാൽ ദുർനടപ്പുണ്ടാകുമ്പോൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടുകൊണ്ടിരിപ്പീൻ. എന്താണ് നാം ഇവിടെ വായിച്ചത്? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ആമേൻ. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ എന്താണ് വേണ്ടത്? ആമേൻ സ്തോത്രം. ദൈവ സാന്നിധ്യം നാം അനുഭവിക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതെങ്കിൽ ആമേൻ സ്തോത്രം. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം, ഒന്നിനും നമ്മളെ തൊടുവാൻ കഴിയുകയില്ല. ആമേൻ സ്തോത്രം. യാതൊരു വിധമാകുന്ന ആമേൻ മ്ലേച്ഛ കാര്യങ്ങളിലേക്കും പോകുവാൻ ആമേൻ നമുക്ക് കഴിയുകയില്ല. ഈ ലോകത്തിൻ്റെതാകുന്ന ഇമ്പങ്ങളിലോ ലോകത്തിൻ്റെ മോഹങ്ങളിലോ പോകുവാൻ നമുക്ക് കഴിയുകയില്ല. പരിശുദ്ധാത്മാവ്, വാസ്തവമായി പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്ന ഒരു പൈതല്, ഒരു ദൈവ പൈതലിന് ആമേൻ സ്തോത്രം വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനിടയായി തീരും. ഇവിടെ പറയുന്ന എന്താണ്? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ആമേൻ തമ്മിൽ സംസാരിക്കണം. ഒരു ദൈവ പൈതല് ആമേൻ മറ്റുള്ള ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ എന്താണ് സംസാരിക്കേണ്ടത്? നാം മറ്റുള്ളവരുടെ കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്. ആമേൻ. ഒരു ദൈവ പൈതല് ഒരു മറ്റുള്ളൊരു വ്യക്തിയെ കാണുമ്പോൾ ആമേൻ സ്തോത്രം ദൈവസ്നേഹത്തെ പറ്റിയായിരിക്കണം അവരുടെ സംസാരം എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞത്? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. മറ്റുള്ള ഒരുവന് ആമേൻ ആത്മീക വർധന ഉണ്ടായിരിക്കുന്നതായിരിക്കട്ടെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. ആമേൻ സ്തോത്രം. അവൻ്റെ ആത്മീക ജീവിതത്തെ വളർത്തുന്നതായിരിക്കണം ആമേൻ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. ഒരിക്കലും ആമേൻ സ്തോത്രം നാം മറ്റുള്ളവരെ ആമേൻ സ്തോത്രം പഴിക്കുവാനോ നിന്ദിക്കുവാനോ ദുഷിക്കുവാനോ ആമേൻ നാം പാടില്ല. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. അവർക്ക് കൈത്താങ്ങൽ കൊടുക്കുന്നവരായി തീരുവാൻ ആമേൻ നമുക്ക് ഇടയാകണം. അത് ദൈവസാന്നിധ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിൽക്കണമെങ്കിൽ ആമേൻ സ്തോത്രം. ആമേൻ. കർത്താവ് ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിൽക്കണമെന്നുള്ളതാണ്. എന്നാൽ അപ്രകാരം നാം ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിൽക്കണമെങ്കിൽ ആ ദൈവ സാന്നിധ്യം ആമേൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ആമേൻ. മോശ പ്രാർത്ഥിച്ചതുപോലെ ആമേൻ സ്തോത്രം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എന്നോടുകൂടെ പോരണമേ. അങ്ങയുടെ സാന്നിധ്യം ആമേൻ എൻ്റെ ജോലി മേഖലകളിൽ, എൻ്റെ വിദ്യാഭ്യാസ മേഖലകളിൽ, ഞാനായിരിക്കുന്ന മേഖലകളിൽ, എൻ്റെ ആമേൻ ശുശ്രൂഷ മേഖലകളിൽ എല്ലാം കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എന്നോടുകൂടെ പോരണമേ. അങ്ങയുടെ സാന്നിധ്യമില്ല എങ്കിൽ എന്നെ അയക്കരുതേ. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യത്തോടുകൂടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആമേൻ ഭക്തനായ ആമേൻ സ്തോത്രം മോശയോട് കർത്താവ് പറയുകയാണ്, ആമേൻ സ്തോത്രം എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ആമേൻ സ്തോത്രം. ആമേൻ. എന്തൊരു സന്തോഷകരമായ അവസ്ഥയാണ്. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യമുള്ളത് പ്രിയ ദൈവ പൈതലേ, നിനക്കൊന്നും അസാധ്യമാകില്ല. നിന്നെ പഴിക്കുന്നവർ പഴിച്ചോട്ടെ, നിന്നെ ദുഷിക്കുന്നവർ ദുഷിച്ചോട്ടെ, നിന്നെ നിന്ദിക്കുന്നവർ നിന്ദിച്ചോട്ടെ. അവരുടെ മധ്യത്തിൽ കർത്താവിന് നിന്നെ മാനിപ്പാൻ പദ്ധതിയുണ്ട്. ദൈവ സാന്നിധ്യത്തിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവ സാന്നിധ്യത്തിൽ നിറയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ആമേൻ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ, ദുഷിക്കുന്നവരുടെ മുമ്പിൽ പ്രിയ ദൈവ പൈതലേ നിന്നെ കർത്താവ് മാനിക്കുക തന്നെ ചെയ്യും. ആമേൻ സ്തോത്രം. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുഖത്തേക്കാണ് നാം നോക്കുന്നതെങ്കിൽ നാം ലജ്ജിച്ചു പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സമ്മതിക്കുകയില്ല. ആമേൻ സ്തോത്രം. അതിനായി ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. ഓരോരുത്തരോടും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കാം. അതിനുവേണ്ടി ദൈവകരങ്ങൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ജീവിക്കുവാൻ, കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കുവാൻ ആമേൻ
ആമേൻ ലോകത്തിന് ആമേൻ മാതൃകയോടെ ജീവിക്കുവാൻ ആമേൻ സ്തോത്രം കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് ആമേൻ നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. അല്പസമയം അവിടുത്തെ വചനം കർത്താവേ സ്തോത്രം പറയുവാൻ ഏഴാകുന്ന അടിയനെയും ബലപ്പെടുത്തിയല്ലോ. കേൾവിക്കാരായിട്ടുള്ള എല്ലാ ദൈവമക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികാർ റോസ്ലാൻഡിയും കുടുംബമായും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ഗ്രൂപ്പിൽ മെമ്പറായിരിക്കുന്ന, ഇതിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്.